കേരളത്തിലേക്ക് നിക്ഷേപങ്ങൾ എത്തിക്കാനും കേരളം വ്യവസായ സൗഹൃദമാക്കാനുമൊക്കെ ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. പക്ഷേ CITU തൊഴിലാളികളുമായുള്ള തർക്കത്തെ തുടർന്ന് സ്ഥാപനം അടച്ചുപൂട്ടിയ അവസ്ഥയിലാണ് പാലക്കാട്ടെ കുളപ്പുള്ളിയിലെ പ്രകാശ് സ്റ്റീൽസ് ആൻഡ് സിമന്റ്സിന്റെ ഉടമ. CITU നേതാക്കളിൽ നിന്ന് ഭീഷണി ഉണ്ടെന്നും തങ്ങളുടെ കടയ്ക്ക് മുൻപിൽ അകാരണമായി സമരം ചെയ്യുകയാണെന്നുമാണ് കടയുടമ പ്രകാശിന്റെ ആരോപണം. അതേസമയം കയറ്റിറക്ക് യന്ത്രത്തിന്റെ പേരിൽ തൊഴിൽ നിഷേധം നടത്തുന്നതിനെതിരെ CITUവിന്റെ കുടിൽകെട്ടി സമരം അവിടെയും തുടരുകയാണ്. മറ്റൊരു വിഷയമാണ്, മറ്റൊരു പ്രശ്നമാണ്. നോക്കാം. ഒരു കയറ്റിറക്ക് യന്ത്രത്തിന്റെ പേരിൽ തുടങ്ങിയ കുളപ്പുള്ളി പ്രകാശ് സ്റ്റീൽസ് ആൻഡ് സിമന്റ്സ് എന്ന സ്ഥാപനത്തിലെ തൊഴിൽ തർക്കം തുടരുകയാണ്. ഏറ്റവും ഒടുവിൽ സ്ഥാപനം താൻ താൽക്കാലികമായി അടച്ചിടുകയാണെന്നാണ് ഉടമ പ്രകാശൻ വ്യക്തമാക്കുന്നത്. കട നടത്താൻ ഇപ്പോൾ ഇവിടുത്തെ CITU തൊഴിലാളികൾ സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ കട തൽക്കാലം അടച്ചിട്ടിരിക്കുകയാണ്. അല്ലാതെ വേറെ മാർഗം എൻ്റെ ഇതിൽ കാണാനില്ല. ഞാനിത് മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് കഴിയാത്തതുകൊണ്ടാണ് ഞാൻ കട അടച്ചത്. സിമന്റ് കയറ്റിറക്കാനായി കൺവെയർ ബെൽറ്റ് എന്ന യന്ത്രം സ്ഥാപിച്ചത് മുതലാണ് തർക്കങ്ങൾ തുടങ്ങിയത്. യന്ത്രം ശുദ്ധ തട്ടിപ്പാണെന്നും തങ്ങളുടെ തൊഴിൽ നിഷേധിക്കാനുള്ള ഉടമയുടെ നീക്കം അനുവദിക്കില്ലെന്നും ആരോപിച്ച് CITU ചുമട്ടുതൊഴിലാളികൾ കുളപ്പുള്ളി പ്രകാശ് സ്റ്റീൽസ് ആൻഡ് സിമന്റ്സ് എന്ന സ്ഥാപനത്തിന് മുന്നിൽ കുടിൽകെട്ടി സമരം തുടങ്ങി. നിരവധി ചർച്ചകൾ നടത്തിയിട്ടും ഫലമുണ്ടായില്ല. ഒടുവിൽ തൊഴിലുടമയും തൊഴിലാളികളും നേർക്കുനേർ കയ്യാങ്കളിയുമുണ്ടായി. ഇതോടെയാണ് സ്ഥാപനം താൽക്കാലികമായി അടയ്ക്കുന്നുവെന്ന് സ്ഥാപന ഉടമ പ്രകാശൻ വ്യക്തമാക്കിയത്. കാർഡ് ഇല്ലാത്ത തൊഴിലാളികളെ കൊണ്ട് പണിയെടുപ്പിക്കരുതെന്ന് കഴിഞ്ഞ ദിവസം സബ് കമ്മിറ്റി ഓഫീസിൽ വെച്ച് നടന്ന ചർച്ചയിൽ ജില്ലാ ബോർഡ് ചെയർമാൻ തന്നെ തൊഴിൽ കാർഡില്ലാത്ത 26 ചട്ടം അനുസരിച്ച് കാർഡില്ലാത്ത ക്ഷേമനിധി ബോർഡിൽ പേര് രജിസ്റ്റർ ചെയ്യാത്ത തൊഴിലാളികളെ കൊണ്ട് അവിടെ കയറ്റിറക്ക് നടത്തിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. യന്ത്രം വന്നപ്പോൾ യന്ത്രത്തെ നമ്മൾ അംഗീകരിച്ചു. യന്ത്രത്തെ അംഗീകരിച്ചിട്ട് ആ യന്ത്രം പ്രവർത്തിക്കണമെങ്കിൽ 5 ആൾ വേണം. ആ 5 ആളുടെ പണി ഞങ്ങൾക്ക് തന്നാൽ മതി പറഞ്ഞു. 17-ാം ദിവസം പിന്നിടുന്ന കുടിൽകെട്ടി സമരത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് CITU നേതാക്കളും പറയുന്നു. യന്ത്രം പ്രവർത്തിപ്പിച്ചിട്ടും തൊഴിൽ കാർഡില്ലാത്ത ഇതര സംസ്ഥാന തൊഴിലാളികൾ കയറ്റിറക്ക് ജോലികൾ ചെയ്യുന്നുണ്ടെന്നും ആ ജോലി തൊഴിൽ കാർഡുള്ള ചുമട്ടുതൊഴിലാളികൾക്ക് വേണമെന്നുമാണ് ഇവരുടെ നിലപാട്. CITU മുൻകൂട്ടി കാണുന്ന ഒന്നുകൂടിയുണ്ട്. കൺവെയർ ബെൽറ്റ് മറ്റു ഇതര സ്ഥാപനങ്ങളിലേക്ക് കൂടി വ്യാപിച്ചാൽ അവിടങ്ങളിൽ നിന്നും ചുമട്ടുതൊഴിലാളികൾ അകറ്റി നിർത്തപ്പെടും. ഈ വരുന്ന 7-ാം തീയതി കുടുംബാംഗങ്ങളെ കൂടി ഉൾപ്പെടുത്തി വിപുലമായ ധർണ നടത്താനാണ് CITUവിന്റെ തീരുമാനം. തർക്കങ്ങൾ എന്തൊക്കെയാണെങ്കിലും ഒരു സ്ഥാപനം അടച്ചുപൂട്ടാൻ പാടില്ല എന്ന് തന്നെയാണ് നിലപാട്. അതിന് ഇരുകൂട്ടരും ഒരു ധാരണയിലെത്തണം. അടിയന്തരമായി ലേബർ ഓഫീസർ വിഷയത്തിൽ ഇടപെടണം. രാജീവ് സുദേവിനൊപ്പം ശ്രീകുമാരൻ, 24 പാലക്കാട്. പൊതുജനം കഴുതയല്ല സാർ.